ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിൽക്കി ഗോൾഡ് വണ്ടി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നോവയാണ്, 2007 മോഡൽ. ഇപ്പോൾ 2007 മോഡൽ ഇന്നോവയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടിട്ട് വരാം. അതിനുശേഷം ഫൈനൽ വീഡിയോ കാണാം. നമ്മളൊരു സിൽക്കി ഗോൾഡ് വണ്ടി ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റ് കോട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ 2007 മോഡൽ ഒരു ഇന്നോവയാണ്. അതിപ്പോൾ വണ്ടി കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. സിൽക്കി ഗോൾഡാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഉണ്ടായിരുന്ന കളർ ഒരു ഷാമ്പിങ് ഗോൾഡ് കളറായിരുന്നു കേട്ടോ. ഒരു പഴയ ഷാമ്പിങ് ഗോൾഡ് കളറായിരുന്ന കളർ നമ്മളിപ്പോൾ സിൽക്കി ഗോൾഡ് അടിച്ചു. അപ്പോൾ ഈ സൈഡും കാര്യങ്ങളെല്ലാം മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ആക്കി. അതായത് നമ്മളെ ആ ക്ലിയർ കോട്ട് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി തന്നെ നമ്മളെ ക്ലിയർ കോട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. അതിനുശേഷം ഇവിടെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നോർമൽ ഹെഡ്ലൈറ്റാണ്, പക്ഷേ ഇതിന് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്കിപ്പോൾ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഓർഡർ ചെയ്ത 10 days ആണ് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റമർക്ക് ഇത്തിരി ധൃതിയുള്ള കാര്യം തന്നെ നമ്മളിപ്പോൾ നോർമൽ ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടൈലൈറ്റും ബമ്പർ റിഫ്ലക്റ്റ് LED മെട്രിക്സ് ബമ്പർ റിഫ്ലക്റ്റും വെച്ച് സെറ്റിംഗ് ചെയ്തിട്ട് വണ്ടി ഡെലിവറി ചെയ്യണം കേട്ടോ. നമ്മളിവിടെ പെയിൻറ്റിങ് ചെയ്യുന്ന വണ്ടികളെല്ലാം 2K പ്രൈമർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റ്, ബേസ് കോട്ട്, ക്ലിയർ കോട്ട് കാര്യങ്ങളെല്ലാം അടിക്കുകയുള്ളൂ. കാരണം അതിന് ഒരു കാരണമുണ്ട്. കാരണം ഒരു 2K പ്രൈമർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിയിക്കണം. സാധാ സർഫേസർ വരുന്നുണ്ട്, 1K പ്രൈമർ വരുന്നുണ്ട്, 2K പ്രൈമർ വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ബോഡി പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാം പിന്നീട് തുരുമ്പും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. പിന്നെ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ചെയ്ത വണ്ടികൾക്ക് പുട്ടി, അതായത് ബോഡി ഫില്ലർ ചിലപ്പോൾ ഒരു 1 ലെയർ മേലെയൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇന്നർ സൈഡിലുള്ള ഇപ്പോൾ നമ്മളുടെ ബോഡി കുറച്ചാണ് ആ കംപ്ലയിൻസ് ആയാലും, അതേപോലെ തന്നെ പുട്ടി ഇട്ടിരിക്കുന്ന ആ ഒരു ഇതായാലും പുറത്തേക്ക് നമ്മൾക്ക് കംപ്ലയിൻസ് വരാനായിട്ട് പാടില്ല. അതായത് അത് ഇന്നറിൽ തന്നെ തീർന്ന് പോകണം. അപ്പോൾ നമ്മളെന്തായാലും ഒരു ബോഡി നമ്മൾ 530 ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോഡിയും എന്തായാലും ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അടിച്ചിരിക്കുന്ന പെയിൻറ്റിന് മങ്ങലോ അല്ലെങ്കിൽ വലിച്ചു പിടിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയോ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അടിക്കുന്നത് 2K പ്രൈമറാണ്. ചിലർ സാധാ സർഫേസർ അടിക്കുന്നവരുണ്ട്, ചിലർ 1K പ്രൈമർ അടിക്കുന്നവരുണ്ട്. എന്നാൽ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വണ്ടിയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഒരു നോർമലായിട്ടുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് 1K പ്രൈമറും അടിക്കാം. സാധാ സർഫേസർ അടിക്കാണ്ടിരിക്കുകയാണ് ബെറ്റർ. 1K പ്രൈമറും അടിക്കാം. അതായത് വേറെ ബോഡിയും വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെയിൻറ്റ് കട്ട് ചെയ്തതിന് ശേഷം 1K പ്രൈമർ അടിക്കാം. വാഹനങ്ങളും ഇപ്പോൾ നമ്മളെ ഇന്നോവയാണ് കൂടുതലായിട്ട് ഇവിടെ ഇപ്പോൾ ടൈപ്പ് 4 കണക്ഷൻ വരുന്നത്. പക്ഷേ നമ്മൾ ഏതൊരു വാഹനങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ
കഴിഞ്ഞ ഒരു വീഡിയോയിൽ സ്വിഫ്റ്റ് ഡിസയർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു വാഹനങ്ങൾ നമ്മളിവിടെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾക്കിപ്പോൾ ഇന്നോവയ്ക്ക് ഫുള്ളായിട്ട് നമ്മളുടെ ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷമുള്ള സെറ്റിംഗ്, പെയിൻറ്റിങ്ങിന് മുമ്പ് സെറ്റിംഗ് കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് ബോണറ്റ്, ഫെൻഡർ, ബമ്പർ സാധനങ്ങളെല്ലാം സെറ്റിംഗ് ചെയ്തിട്ട് വീണ്ടും അഴിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള സെറ്റിംഗ് ഏകദേശം 3 ദിവസത്തെ സെറ്റിംഗാണ് പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഇന്നോവയ്ക്ക് വരുന്നത് കേട്ടോ. അതിൻ്റെ ഹെഡ്ലൈറ്റ് ഫിറ്റിങ്, അതേപോലെ തന്നെ അതിൻ്റെ ബീഡിങ്ങൾ റീസെറ്റിങ്, അതിൻ്റെ ഗ്ലാസുകൾ സെറ്റിങ്, അതിൻ്റെ ബാക്ക് ബമ്പർ, ഡിക്കി ക്രോം, ടെയിൽ ലാമ്പ്, ബമ്പർ ഫ്ലെക്സ് സാധനമെല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്. എന്തെങ്കിലും സൗണ്ടോ വൈബ്രേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ കാണിക്കാറില്ല. ജസ്റ്റ് നമ്മുടെ വാഷിങ് ഏകദേശം ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം ചെയ്യാറ് സാധാരണ. അത് നമ്മൾ എടുത്ത് കാണിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ തുടങ്ങി എല്ലാവരും എല്ലാം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഡീറ്റെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിൽ പോവാണ്. വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസ് അടച്ചിട്ട് ഓടിച്ചതാണ്. അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സിൽക്കി ഗോൾഡ് വണ്ടി ഇപ്പോൾ വാഷിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഫൈനൽ വീഡിയോ കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ ചെക്ക് ചെയ്യണത് ബോഡി വൈബ്രേഷനാണ് കേട്ടോ. കാരണം ബാക്കിൽ നമ്മുടെ സസ്പെൻഷൻ വോയിസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് ബോഡി വൈബ്രേഷനാണ്. ബോഡി വൈബ്രേഷൻ ഇല്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വേറെ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ 80 സ്പീഡിൽ വണ്ടി പോയിട്ടിരിക്കുന്നത്. സ്മൂത്ത് റണ്ണിങ് ആണ്. അതായത് ബോഡി ഇപ്പോൾ ഫെൻഡറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് മോട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിന് എന്തെങ്കിലും നെറ്റ് ബോട്ടിൻ്റെ ടൈറ്റ് കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഓടിച്ച് നോക്കണത് കേട്ടോ. സിൽക്കി ഗോൾഡ് ഇന്നോവ വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടാണ്. 2007 സിൽക്കി ഗോൾഡ്. അതായത് ഒരു ഷാമ്പ്യൻ ഗോൾഡ് ടൈപ്പ് കളറായിരുന്നു. അപ്പോൾ ആ വണ്ടി ഫുള്ളായിട്ട് സിൽക്കി ഗോൾഡ് അടിച്ച് വണ്ടി പുതിയ ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ ഹെഡ്ലൈറ്റും ബാക്കിൽ LED ടൈലിട്ട് ഇട്ടിട്ട് വണ്ടി ഡെലിവറി ചെയ്യാണ്. ആന്ധ്രാപ്രദേശ് വണ്ടിയാണ്. അവിടെ നിന്ന് കസ്റ്റമർ ഇങ്ങോട്ട് വന്നാട്ടോ ചെയ്യാനായിട്ട്. കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. പെയിൻറ്റിങ് എല്ലാം നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. പാച്ച് വർക്കൊക്കെ നോർമലായിട്ടുണ്ടായിരുന്ന വണ്ടിയാണ്. ഏകദേശം 2500ഓളം പാച്ച് വർക്ക് ഉണ്ടായിരുന്ന വണ്ടിയാണ്. വലിയ എമൗണ്ട് അല്ല ഉണ്ടായി. അതായത് നമ്മുടെ റണ്ണിങ് ബോർഡിൻ്റെ ഭാഗത്ത് തുരുമ്പ് കാര്യങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വണ്ടി ഫൈനൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കസ്റ്റമർ നമ്മളുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് വർക്ക് കുറച്ച് ഡിലേ, ഏകദേശം 1.5 മാസത്തോളം ടൈം വന്നു ഈ വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പോൾ ഡിലേയുടെ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ വർക്ക് എങ്ങനെയാണെന്ന് ആളോട് ചോദിക്കാം. कैसे वर्क अच्छे है और डीले हो गया. डीले होने को बहुत खुशी है मेरा पास है. वर्क अच्छे है, पेंट है. मैं खुश हूँ, बहुत खुश हूँ. थैंक यू. ओके.
കസ്റ്റമർക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും പറയുന്നില്ല എന്നുള്ളൊരു ഡൗട്ടല്ല, ഒരു കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഇപ്പോൾ നമ്മുടെ ഈ വണ്ടി ഫുള്ളായിട്ടുള്ള വർക്കിന് നമ്മൾക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,16,000 രൂപയുടെ അടുത്ത് ഫുള്ളായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടുള്ളത് ഈ വണ്ടി ഫ്രണ്ട് നോർമൽ ഹെഡ്ലൈറ്റ്, ബാക്ക് എൽ ടൈലൈറ്റ്, മെട്രിക്സ് ടൈപ്പ് ബമ്പർ റിഫ്ലക്ടർ, പിന്നെ ക്രോം ടൈപ്പ് ഹാൻഡിൽ സാധനങ്ങളെല്ലാം ചെയ്തിട്ട് ചെയ്യാനായിട്ട് 1,16,000 അടുത്ത് ഈ വണ്ടിക്ക് എമൗണ്ട് വന്നിട്ടുണ്ട്. പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ നമ്മൾക്ക് നോക്കേണ്ടതായിട്ട് വരും. എന്തോരം പാച്ച് വർക്ക് ഉണ്ടെന്ന് ചെക്ക് ചെയ്താലേ നമ്മൾക്ക് എമൗണ്ട് കാര്യങ്ങൾ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് 2,500 അടുത്ത് പാച്ച് വർക്കിൻ്റെ തന്നെ വന്നിരുന്നു. അപ്പോൾ ചില വണ്ടികൾക്ക് കൂടുതലായിരിക്കും, ചില വണ്ടിക്ക് കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും ബൈ.